നമസ്കാരം, ഞാൻ രജിന്ദാസ് എം.എസ്. എല്ലാവർക്കും ദി ആസ്ട്രോ ജേണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അമിതമായ ശരീരഭാരവും തടിയും കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? പലതവണ ഇതിനുവേണ്ടി പരിശ്രമിച്ചിട്ട് പരാജയം അനുഭവിച്ചിട്ടുണ്ടോ? തടി കുറയ്ക്കുവാൻ പല രീതിയിലുള്ള ശാരീരിക വ്യായാമങ്ങൾ ഉണ്ടെങ്കിലും ഈ വിഷയത്തിൽ ജ്യോതിഷത്തിനും നിങ്ങളെ സഹായിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 100% വിശ്വസിക്കാം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ നിരീക്ഷിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും, ചില സമയങ്ങളിൽ പ്രത്യേകിച്ച് ശാരീരിക വ്യായാമം ഒന്നും ചെയ്യാതെ തന്നെ ചിലർ വല്ലാതെ മെലിയും. ചില സമയത്ത് ഭക്ഷണത്തിൽ വലിയ വ്യത്യാസം വരുത്താതെ തന്നെ തടി കൂടുകയും ചെയ്യും. ഇതിന്റെ കാരണം സമയത്തിന്റെ സവിശേഷതയാണ്. ജാതകത്തിൽ ജലരാശികളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര സമയങ്ങളിൽ നമ്മുടെ ശരീരഭാരവും തടിയും വളരെ കൂടാം. ശുഷ്കഗ്രഹങ്ങളുടെ ദശയിലും അപഹാരങ്ങളിലും ശരീരഭാരവും തടിയും കുറയാം. ശരീരഭാരം കുറയ്ക്കുന്നതിനുള്ള ശ്രമം അഥവാ വെയ്റ്റ് ലോസ് ജേണി ശുഷ്കഗ്രഹങ്ങളുടെ ദശാപഹാര ഛിദ്ര സമയങ്ങളിൽ പ്ലാൻ ചെയ്താൽ വളരെ എളുപ്പത്തിൽ തന്നെ ശരീരഭാരവും തടിയും കുറച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഷേപ്പിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. വെയ്റ്റ് ലോസിനും മസിൽ ബിൽഡിങ്ങിനും ആയി ശ്രമിക്കുമ്പോൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ചൊവ്വ. വെയ്റ്റ് ലോസ് ജേണിക്കായി സമയം തിരഞ്ഞെടുക്കുമ്പോൾ ജ്യോതിഷപരമായി എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. ചൊവ്വ ഗ്രഹത്തിന്റെ ഊർജം നമ്മളിലും പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന സമയം നമ്മൾ വർക്കൗട്ടിനും വെയ്റ്റ് ലോസ് ജേണിക്കുമായി തിരഞ്ഞെടുത്താൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് ഫലം കാണുവാൻ സാധിക്കും. ചൊവ്വയുടെ ദശ, അപഹാര, ഛിദ്ര, സൂക്ഷ്മ, പ്രാണ, ദേഹ സമയങ്ങളിൽ വെയ്റ്റ് ലോസിനും മസിൽ ബിൽഡിങ്ങിനുമായി ശ്രമിക്കാം. അതായത് ഓരോ ദശയിലും ഒരു നിശ്ചിത ക്രമത്തിൽ നവഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട സമയങ്ങൾ സൈക്ലിക്കലായി വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ചൊവ്വാഗ്രഹവുമായി ബന്ധപ്പെട്ട സമയമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ചൊവ്വാദശയാണെങ്കിൽ വെയ്റ്റ് ലോസ് ജേണിക്ക് ഏറ്റവും അനുകൂലമായ സമയമാണിത്. പക്ഷേ എല്ലാവർക്കും അവരുടെ വർക്കൗട്ട് ഷെഡ്യൂൾ ആരംഭിക്കാൻ നിലവിൽ ചൊവ്വാദശ ആയിരിക്കണം എന്നില്ല. അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ഗ്രഹത്തിന്റെ ദശയായിരുന്നാലും അതിൽ ചൊവ്വയുടെ അന്തർദശ അഥവാ അപഹാര സമയം വരുന്നുണ്ടോ എന്ന് നോക്കി ആ സമയം വെയ്റ്റ് ലോസ് ജേണിക്കായി തിരഞ്ഞെടുക്കുക എന്നതാണ് അടുത്ത പടി. അതും വരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അപഹാരം ഏത് ഗ്രഹത്തിൻ്റെയോ ആയിക്കൊള്ളട്ടെ, അതിൽ ചൊവ്വയുടെ ഛിദ്ര സമയത്ത് ചെയ്യാം. അതും ഇല്ലെങ്കിൽ ഏത് ഗ്രഹത്തിന്റെ ഛിദ്ര സമയത്തും ചൊവ്വയുടെ സൂക്ഷ്മകാലം പരിശോധിച്ച് ആ സമയത്ത് ചെയ്യാം. അതും ഇല്ലെങ്കിൽ ഏത് ഗ്രഹത്തിന്റെ സൂക്ഷ്മദശയിലും ചൊവ്വയുടെ പ്രാണകാലത്തിൽ ചെയ്യാം. അതും ഇല്ലെങ്കിൽ ഏത് ഗ്രഹത്തിന്റെ പ്രാണകാലത്തിലും ചൊവ്വയുടെ ദേഹകാലത്ത് ചെയ്യാം. ഇതാണ് വർക്കൗട്ടിനായി ഏറ്റവും വേഗത്തിൽ ഫലം തരുന്ന ഒരു ടൈം പീരീഡ് സെറ്റ് ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ സമയക്രമം അനുസരിച്ച് വർഷമോ മാസങ്ങളോ ആഴ്ചകളോ ദിവസങ്ങളോ നീണ്ടു നിൽക്കുന്ന നമുക്ക് ആവശ്യമുള്ള ഒരു ടൈം ഫ്രെയിം വർക്കൗട്ടിനായി തിരഞ്ഞെടുക്കാം. ഉദാഹരണത്തിന് 1996 ഏപ്രിൽ 1 10:07 PM ജനിച്ച ഒരാൾക്ക് 2020 നവംബർ മുതൽ 2027 നവംബർ വരെ ചൊവ്വാദശയാണ്. ഈ 7 വർഷക്കാലത്തിൽ ഏത് സമയം വേണമെങ്കിലും വെയ്റ്റ് ലോസ് ജേണിക്കായി തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി ചൊവ്വാദശ അല്ലാത്തവർക്കുള്ള ഉദാഹരണം നോക്കാം. 1996 ഏപ്രിൽ 4 1:15 AM ജനിച്ച ഒരാളുടെ ജാതകപ്രകാരം നിലവിൽ രാഹുർ ദശയാണ്. എന്നാൽ ഈ രാഹുർ ദശയിൽ 2023 ഡിസംബർ മുതൽ 2025 ജനുവരി വരെ രാഹുർ ദശയിൽ ചൊവ്വയുടെ അപഹാര സമയമാണ്. ഈ സമയം വെയ്റ്റ് ലോസ് ജേണിക്കായി തിരഞ്ഞെടുക്കാം. ഇനി 1996 ഏപ്രിൽ 4 12:15 PM ജനിച്ച ഒരാൾക്ക് നിലവിൽ വ്യാഴദശയും ശനിയുടെ അപഹാര കാലവുമാണ്. പക്ഷേ വർക്കൗട്ട് ആരംഭിക്കണം. ഇങ്ങനെയുള്ള അവസരത്തിൽ ശനിയുടെ അപഹാരത്തിൽ ചൊവ്വയുടെ ഛിദ്രം വരുന്നതായ 2024 ജൂലൈ 8 മുതൽ
2024 ഓഗസ്റ്റ് 31 വരെയുള്ള സമയം വെയിറ്റ് ലോസ് ജേണിക്കായി തിരഞ്ഞെടുക്കാവുന്നതാണ്. നമുക്കറിയാം യൂട്യൂബിലും മറ്റും 21 ദിവസം കൊണ്ടൊക്കെ വെയിറ്റ് ലോസ് ചെയ്യാനുള്ള പ്ലാനുകളും മറ്റുമുണ്ട്. ഇത് ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. ദശ, അപഹാരം, ഛിദ്രം, സൂക്ഷ്മം, പ്രാണൻ, ദേഹം എന്നിങ്ങനെ സമയത്തെ എല്ലാ മേഖലകളിലും സൂക്ഷ്മമായി ഗണിച്ച് ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്താൽ ശരിയായ വ്യായാമവും ആഹാര ക്രമീകരണവും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണി സഫലമാകും. ചൊവ്വാഗ്രഹത്തിന്റെ ഊർജം വളരെ കൂടുതലുള്ള ചൊവ്വാഴ്ചകളിൽ നിങ്ങളുടെ വ്യായാമം ഒരു കാരണവശാലും മുടക്കരുത്. ജാതകപരമായി സമയം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നവർ ഒരാഴ്ചയിൽ ഞായർ, ചൊവ്വ, ശനി എന്നീ ദിവസങ്ങൾ നന്നായി വർക്കൗട്ട് ചെയ്യുകയും നല്ല ഡയറ്റ് സ്വീകരിക്കുകയും ചെയ്താൽ വെയിറ്റ് ലോസ് വളരെ വേഗത്തിൽ സാധിക്കും. മറ്റൊരു വിശേഷ നിയമം ചൊവ്വയുടെ കാലഹോരാ സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ചൊവ്വയുടെ കാലഹോരാ സമയത്ത് നിങ്ങളുടെ വ്യായാമം ചെയ്യുക. ഏത് ദിവസത്തിലും നമുക്ക് 24 മണിക്കൂർ ഉള്ളതുപോലെ 24 കാലഹോരകളുമുണ്ട്. അതിനാൽ ഓരോ ഹോരയും ഒരു പ്രത്യേക ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചൊവ്വാഴ്ച സൂര്യോദയത്തിന് ശേഷമുള്ള 1 മണിക്കൂർ സമയം ചൊവ്വയുടെ കാലഹോരയായിരിക്കും. ഈ സമയത്ത് വ്യായാമം ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യും. ഓരോ ദിവസവും ചൊവ്വയുടെ ഹോരാസമയം നെറ്റിൽ അവൈലബിൾ ആണ്. ആ സമയം വർക്കൗട്ടിനായി ഉപയോഗപ്പെടുത്തുക. ഓം അങ്കാരകായ നമ എന്ന ചൊവ്വയുടെ മന്ത്രം ദിവസവും 108 തവണ. നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേണി ഫലപ്രദമാക്കാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില ലളിതമായ കാര്യങ്ങളാണിത്. പ്രാഥമികമായ ചില വിവരങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞത്. ഈ വിഷയത്തിൽ വളരെ വിശദമായ ഒരു വീഡിയോ നമ്മുടെ ചാനലിലെ മെമ്പേഴ്സിനു വേണ്ടി ചെയ്തിട്ടുണ്ട്. നിലവിൽ 2 മെമ്പർഷിപ്പ് ലെവലുകളാണ് നമ്മുടെ ചാനലിൽ ഉള്ളത്. അതിലൊന്ന് ആസ്ട്രോ ഫാമിലി എന്ന മെമ്പർഷിപ്പ് ലെവലാണ്. ഇതിൽ അംഗമാകുന്നവർക്ക് പ്രതിമാസം 29 രൂപ ചിലവിൽ ജ്യോതിഷ വിഷയങ്ങളിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ക്ലാസ്സുകളും മറ്റു ഫീച്ചറുകളും ഉണ്ടായിരിക്കും. ഈ വെയിറ്റ് ലോസ് ജേണിയുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വിവരങ്ങളുണ്ട്. എന്നാൽ അത് ജ്യോതിഷപരമായി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയതിനാൽ അത് അറിയണം എന്ന് താല്പര്യമുള്ളവർ മെമ്പർഷിപ്പ് എടുത്ത് നമ്മുടെ ആസ്ട്രോ ഫാമിലിയിൽ അംഗമാവുക. ഇതിലൂടെ ഓരോ മാസവും പുതിയ പുതിയ വിഷയങ്ങളിൽ വീഡിയോ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ആസ്ട്രോ ഫാമിലിയിൽ അംഗമായവർ മെമ്പർഷിപ്പ് വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് ടൈം കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ജേണിക്കുള്ള ഏറ്റവും അനുകൂലമായ സമയം കമന്റ് ജ്യോതിഷപരമായി പറഞ്ഞു തരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.